ശക്തി സ്വന്തമാക്കിയാൽ പിന്നായിൽ മറന്നു പോകും. ओडिशा विरासत की शान, विकास की उड़ान। രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് മുൻകൂർ ജാമ്യം നൽകിയ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ആദ്യത്തെ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ആദ്യത്തെ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഇന്ന് വരെയാണ് തടഞ്ഞിട്ടുള്ളത്. വിവരങ്ങളുമായി നിഷ ചേരുന്നുണ്ട്. നിഷ, രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ഇന്ന് നിർണായകമാണ്. ആദ്യത്തെ ബലാത്സംഗ കേസിൽ ഉള്ളൊരു മുൻകൂർ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജാമ്യം നൽകിയ വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലും പരിഗണനയിലുണ്ട്. എങ്ങനെ നോക്കിക്കാണാം? എന്തൊക്കെയാണ് വിവരങ്ങൾ? അമൽ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകമായൊരു ദിവസമാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള 2 ഹർജികളാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഇതിൽ ആദ്യത്തേത് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുക. ഒപ്പം തന്നെ രണ്ടാമതായി എടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയാണ്. അതായത് ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഒരു തവണ പരിഗണിച്ചിരുന്നു. അന്ന് ഹൈക്കോടതി നോട്ട് ടു അറസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു. അത് ഇന്ന് വരെയാണ് ഹൈക്കോടതി രാഹുലിൻ്റെ അറസ്റ്റ്, ആദ്യത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വരെയാണ് ഹൈക്കോടതി രാഹുലിൻ്റെ അറസ്റ്റ് തടഞ്ഞത്. ഇന്ന് വീണ്ടും ആ ഹർജി പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിന് ഇന്ന് നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. എന്തായാലും ഈ സർക്കാർ നൽകിയ അപ്പീൽ, അതായത് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ സെഷൻസ് കോടതി രാഹുലിന് ജാമ്യം നൽകിയത് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ ഒരു പിൻബലത്തിലാണ് ഈ രണ്ടാമത്തെ കേസിൽ രാഹുലിന് ജാമ്യം നൽകിയത് എന്നാണ് ഈ സർക്കാർ നൽകിയ അപ്പീൽ പറയുന്നത്. മാത്രമല്ല, ഈ പ്രതിയുമായി ഈ ഒരു കുറ്റകൃത്യത്തെ ബന്ധിപ്പിക്കുന്നതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുകളില്ല എന്ന സെഷൻസ് കോടതിയുടെ നിരീക്ഷണം നിയമവിരുദ്ധമാണ് എന്നും സർക്കാർ നൽകിയ അപ്പീലിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കേസിൻ്റെ പ്രാരംഭ ദിശയിലുള്ള ഒരു കേസിൽ ഇത്തരം നിരീക്ഷണം അനുചിതമാണെന്നും പ്രോസിക്യൂഷൻ നൽകിയ അപ്പീലിൽ പറയുന്നുണ്ട്. ആദ്യത്തെ കേസിൽ കോടതി ഇന്ന് വരെയാണ് രാഹുലിൻ്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ബംഗളൂരുവിൽ പഠിക്കുന്ന 23കാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത കേസിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഉപാധികളോടെ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. അമൽ. ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ഇന്ന് ഹാജരാകണമെന്ന ഒരറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ മുൻകൂർ ജാമ്യാവസ്ഥയിൽ 15-ന് ഹാജരാകണമെന്നായിരുന്നു അറിയിപ്പ്. അതേസമയം കേസിൽ അറസ്റ്റ് തടഞ്ഞുള്ള കോടതി നിർദ്ദേശത്തിന് പിന്നാലെ അന്വേഷണം വഴിമുട്ടുന്നതായും സൂചനയുണ്ട്. വിവരങ്ങളുമായി